ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റാണ് കാണാൻ പോകുന്നത്. സ്കിറ്റ് അവതരിപ്പിക്കാനായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണിക്കുട്ടൻ ചേട്ടൻ, ജാസ്മിൻ ആൻഡ് അമൽ. വരുന്നുണ്ട്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇത് എങ്ങോട്ട് പോയതാ? എത്ര നേരമായി? ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കണിക്കൊന്നയ്ക്ക് വേണ്ടി കേറി. ഇപ്പൊ കാല് തെറ്റിയൊന്ന് വീണ്, കാലൊന്ന് മടങ്ങി. ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞ എന്തുവാ? ഇടത് കാലെന്നല്ലേ? ആണോ? ആ ശരിയാ. പാത്തത്താറാം കുട്ടിയൊന്നും ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ. നിങ്ങളെ കാലിനൊരു കുരു ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളത് എവിടെ പോയതാന്ന് ആദ്യം പറ. എടി ഞാൻ എങ്ങും പോയില്ല. ഉറപ്പാണോ? കള്ളത്തനോ അല്ലല്ലോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ATM ഒന്ന് കേറി. അല്ല ഇതെന്നതാ? ഇത് നാളെ നിന്റെ ആങ്ങളുടെ വീട്ടിലോട്ട് പോവില്ലേ? അപ്പൊ ആ കൊച്ചിന് കളിക്കാൻ വേണ്ടി ഒരു കളിപ്പാട്ടം. ഞാൻ ഒരു കാര്യം പറയാം. വീട്ടിൽ പോണതൊക്കെ കൊള്ളാം. നിങ്ങളെ പേര് മാറ്റാൻ വേണ്ടി പേപ്പറൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിരിക്കും. പേരിനെന്താ കുഴപ്പം? നിങ്ങളെ പേരിന് എന്നാ കുഴപ്പമൊന്നും? എന്താ നിങ്ങളെ പേര്? നിശാശലഭൻ. മനുഷ്യന്മാർക്ക് ഇടാൻ പറ്റുന്ന പേരാണോ മനുഷ്യ? എടി നിശാശലഭൻ എന്താ കുഴപ്പം? എന്നെ പ്രസവിച്ചു കിടന്നപ്പോഴേ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഈ പ്രസവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അനക്കമില്ല. അവര് പേടിച്ചു പോയി. പിന്നെ അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. സംഭവം സീൻ മൊത്തം ഡാർക്ക്. കരണ്ടും അങ്ങ് പോയി. കറണ്ട് പോയ ഡാർക്കാവും ചേട്ടാ. അതാണോ ഞാൻ പറഞ്ഞത്? അതായത് ഡോക്ടർ വന്ന് തട്ടുന്നു, നേഴ്സ് വന്ന് തട്ടുന്നു, എന്നിട്ടും എനിക്കൊരു അനക്കമൊന്നുമില്ല. അപ്പൊ ആ ഇരുട്ടത്ത് ഒരു ശലഭം ഇങ്ങനെ പറന്നു വന്ന് എന്റെ മൂക്കിൽ വന്നിരുന്നു. അന്നേരം ഞാൻ ശ്വാസപ്പെടുത്തെന്നാ പറയുന്നത്. ആ നിശാശലഭത്തോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് എനിക്ക് നിശാശലഭൻ അച്ഛൻ പേര്. ദൈവമേ, മൂക്കിലെങ്ങാണോ ഒരു വേട്ടാവിളിയനെങ്ങാണോ വന്നിരുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും എന്റെ വേട്ടാവിളിയേട്ടാ, എന്റെ വേട്ടാവിളിയേട്ടാ എന്ന് വിളിക്കേണ്ടി വരില്ലായിരുന്നു. അയ്യോ അയ്യോ, പിണങ്ങി എനിക്ക് തലവേദന എടുക്കും. ഞാൻ അകത്ത് പോയി കിടക്കട്ടെ. ഇവിടെ കിടക്കാല്ലോ. ഇവിടെ ഇവിടെ നിന്റെ മടി കയറി കിടക്കുവോ? എന്റെ മടി കിടന്ന എന്താ കിടത്തം വരത്തില്ലേ? മടി കിടന്നു. അതെ, എനിക്കൊരു കാര്യം പറയാൻ. അതാ ഞാൻ ഇവിടെ കിടക്കാത്തത്. ഇവിടെ കിടക്കുന്നേ. അതെ, നാളെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. എന്തിന് 350 രൂപ ഞാൻ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. എന്തിനാ ഇവിടെ 2 കഷ്ണം ഇറച്ചി കഴിക്കാൻ വേണ്ടി വരുന്നത്? ഇത്രയും ദൂരം കാറും പിടിച്ചു. എന്റെ അച്ഛനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ ചേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞാടി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്ത്? നിങ്ങൾക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? എന്ത് വർത്താനോടി പറഞ്ഞ? സ്നേഹമില്ലാഞ്ഞിട്ടാണ്. എന്നാ സത്യം പറ, നിങ്ങൾ നേരത്തെ എവിടെ പോയതാ? ഞാൻ ഇനിയുള്ള കാര്യം പറയാം. ഞാൻ ആ ജംഗ്ഷനിലെ ലാബില്ലേ, ലബോറട്ടറി, ഞാൻ അവിടെ 2 ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണം. ഡോക്ടറെ ഒന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറയുക എന്തോ പ്രശ്നമുണ്ട്, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ടാ. അല്ല, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ കുഞ്ഞെ, എന്നെ ശല്യം ചെയ്യരുത്. അല്ലെങ്കിൽ എന്നെ നിശാശലഭേട്ടൻ ഉറങ്ങണ കാണുമ്പോ പാവം തോന്നും. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയത്തില്ലെന്നേ. പാവാ നിശാശലഭേട്ടാ. എനിക്ക് പകരം വേറൊരു പെങ്കൊച്ചിനെയാണ് കല്യാണം കഴിച്ചിരുന്നെന്നുണ്ടെങ്കിലേ ആ പെണ്ണിന്റെ മടിയിൽ ഇത് കണക്ക് ഞാൻ കിടന്നേന്. കണ്ട പെണ്ണുങ്ങളുടെ മടിയിൽ തല വെച്ചുറങ്ങാൻ നിങ്ങൾക്ക് നാണയില്ലേ മനുഷ്യ? വൃത്തികെട്ടവൻ. എന്താ സംഭവിച്ചേ? അയ്യോ, ഇതാരാ വിളിക്കുന്നേ? ഹലോ ഹലോ, ചിത്രശലഭമാണോ? ചിത്രശലഭം വല്ല പൂന്തോട്ടത്തിൽ പോയി നോക്കടാ. ആരാ നീ? ഞാൻ ലാബിൽ നിന്ന് വിളിക്കുക. ലാബിൽ നിന്ന് വിളിക്കണോ? സാറേ എന്താ വിഷയം? രാവിലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പോയിട്ടില്ലായിരുന്നു? റിസൾട്ട് കിട്ടിയില്ല സാറേ. ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു? അയ്യോ ഇല്ല, കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? സോറി ടു സേ. അതെന്താ അസുഖോ? അസുഖമല്ല, അതൊരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പുള്ള സാധന കേക്ക്. നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമുണ്ട്. ഇത്തരം രോഗക്കാര് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചു പോകും. ഏകദേശം പോയ 1, 2, 3 മാസം. സാറേ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ? എങ്ങനെ ചെക്ക് ചെയ്താലും നിങ്ങൾ മരിച്ചു പോകും. 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങളുടെ ലാബിന്. അല്ല സാർ, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സാർ. പോടുന്നു. ഇനി ഈ റിപ്പോർട്ട് അങ്ങനെ തെറ്റാണെങ്കിൽ ഞങ്ങൾ ഈ ഷട്ടർ അടച്ചിട്ട് വെളിയിൽ നിൽക്കും. ഹലോ ഹലോ. ദൈവമേ, ഇതിപ്പോ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ മുമ്പേ ആത്മഹത്യ ചെയ്യല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? രാജേഷിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ദൈവമേ. എടാ രാജേഷേ. ഹലോ. എടാ, എന്റെ ഭാര്യയെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ എത്തിക്കണമല്ലോടാ. എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, നീ കൊണ്ടെത്തിച്ചോ, ഞാൻ കിടന്നുറങ്ങുവാ. എടാ അതല്ല പറഞ്ഞത്, പിന്നെ ഞാൻ മരിച്ചു പോവും. അപ്പൊ എന്റെ ഭാര്യയെ സുരക്ഷിതമായ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കണമെന്ന്. ജവാനല്ല, അതിലും കുറഞ്ഞ ഏതോ സാധനം.
അതാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. എടാ നിനക്ക് നാണം ഉണ്ടോടാ നിനക്ക്? എടാ ഞാൻ കുടിക്കാൻ പോകുമ്പോ നിന്നെ വിളിച്ചോണ്ട് പോകൂലടാ. നീ കുടിക്കാൻ പോയപ്പോ നീ എന്നെ കൊണ്ടുപോയടാ. എടാ ഞാൻ മരിച്ചു പോകൂടാ. എടാ 2 അടിച്ചാൽ ഞാൻ സ്വർഗത്തിൽ ഇരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. വെച്ചിട്ട് പോടാ അവിടുന്ന്. എടാ ഞാൻ ഹലോ ഹലോ ദൈവമേ, ഞാനിപ്പോ എന്തോ പറയൂത്? അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്നേക്കാൾ മുമ്പേ അവൾ ആത്മാ. ആരെയാ വിളിച്ചോണ്ടിരിക്കണേ? ഇല്ല, ഞാൻ ആരെയും വിളിച്ചോന്ന്. ചേട്ടാ, എന്റെ അടുക്കളപ്പുറത്തെ ഭയങ്കര പ്രശ്നം. നമ്മുടെ രാജന്റെ പോത്തില്ലേ, രാജന്റെ പോത്ത് നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചെന്ന്. അത് പോത്തല്ല, എനിക്ക് പോകാനുള്ള വാഹനമാ. കാലന്റെ പോത്താ. കാലന്റെ പോത്തോ? അല്ലല്ല. എന്തോ നിന്ന് പിച്ച് മേമ്പറ കാളെ വന്ന് ഓടിച്ചേ എങ്ങോട്ട്? വേണ്ട, ഞാനിപ്പോ ഓടിക്കാൻ വന്നു കഴിഞ്ഞാലേ കാലൻ ഈഗോ ഓടിക്കും. അപ്പൊ പെട്ടെന്ന് വരാൻ പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പോക്കളയും. നിങ്ങൾ എന്തോ മനുഷ്യ കിടന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലല്ലല്ലോ, നൈമിഷികമാണല്ലോ നമ്മുടെ ജീവിതം. എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലെങ്കിലും ഒന്നുമില്ലല്ലോ. സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോ നീ കേൾക്കുന്നുണ്ടോ? സോറി. നീർക്കുമള പോലെയാണല്ലോ നമ്മുടെ ജീവിതം. അപ്പൊ നേരത്തെ നൈമിഷികം എന്ന് പറഞ്ഞതോ? ഞാൻ കളിക്കുന്നില്ല. അല്ല, സീരിയസ് ആയിട്ട് കേക്കാം. സീരിയസ് ആയിട്ട് കേക്കാം. അതായത് ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, നീ സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരുന്നു. ഞാൻ പറയുന്നത് കേക്കണം. പറയൂ. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലല്ല. നീർക്കുമള പോലെയാണ് നമ്മുടെ ജീവിതം. അതെപ്പ വേണമെങ്കിലും പൊട്ടിപ്പോവാം. കൊണ്ടുവച്ചത് നിങ്ങളല്ലേ കൊണ്ടുവച്ചേ? ഞാൻ തന്നെയാണോ? എന്റെ തന്ത കുറ്റമാണ്. എന്തോ നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കണേ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ ആരും ഉൾക്കൊള്ളുന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണം. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലല്ല, അല്ല, നൈമിഷികമാണ് നമ്മുടെ ജീവിതം. അപ്പോ നമ്മുടെ ജീവിതം ഒരു നീർക്കുമള പോലല്ലേ, പെട്ടെന്നെങ്ങാനും പൊട്ടിപ്പോയാൽ ഇതിവിടെ കൊണ്ട് മൂട്ടില് പി വെച്ചോണ്ടിരിക്കാം. ഞാൻ തെളിച്ചു പറയാം. നിന്റെ മുറച്ചെറുക്കനില്ലേ ഉണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടനോട് കല്യാണം നിശ്ചയിച്ചല്ലായിരുന്നു? അത് പണ്ടല്ലേ? പണ്ട്. അതിനുശേഷം അല്ലേ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടും തിരിച്ചു വന്നത്. അപ്പൊ കല്യാണം നിശ്ചയിച്ച അവനെ നിനക്ക് കിട്ടിയാൽ എന്താ കുഴപ്പമല്ലോ ഉണ്ടോ? ചേട്ടാ വല്ല വിളിച്ച് പറയല്ലേ, മിണ്ടാതിരിക്കുമോന്ന്? അതുകൊണ്ടല്ല എടി, ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ചേട്ടൻ എന്തുവായിട്ടാ? സുരക്ഷിതമായ ഒരു കരങ്ങളിൽ ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെ, ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ടൊന്ന് കേട്ടാ നിനക്കത് മനസ്സിലാവും. ഞാൻ നിന്നെ തല്ലിയിട്ടില്ലേ? അതിനിപ്പോ എന്താ? എനിക്ക് പോകുമ്പോ സമാധാനത്തോട്ട് പോണം. എങ്ങോട്ട്? അത് പിന്നെ ഞാൻ പറയാം. നീ എന്നെ ഒന്ന് തല്ലിയേ. ഒന്ന് പോ ചേട്ടാ. പണ്ട് ഞാൻ തല്ലിയതിന്റെ രീതി എന്നെ ഒന്ന് തല്ലി. അങ്ങനല്ല, പിന്നെ നീ ഞാൻ അന്ന് എങ്ങനെ തല്ലിയോ അങ്ങനെ എന്നെ തല്ല. ചേട്ടാ, ഇതുപോലുള്ള ആചാരങ്ങൾ ഇനിയുണ്ടെങ്കിൽ എന്നൊന്ന് വിളിക്കണേ. ഞാൻ ആ പുട്ട വെച്ചിട്ട് വരാം. ചേട്ടന് പട്ടായോ? ഹലോ, കാര്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരുമാനമാക്കിയിട്ടുണ്ട്. ശരി 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 ശരി, നിങ്ങൾക്ക് തന്നെ കാറ്ററിങ്. എടുത്തെറിഞ്ഞ സാധനം പിന്നെയും കൊണ്ട് കയറി വരുന്നോ? എന്തായിട്ട് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയണത്? ഉണ്ണിക്കുട്ടനോ? തേടിയ വെള്ളി കാലി ചുറ്റിയടാ. കാലിലല്ലേ ചുറ്റിയത്? അവിടെ കിടക്കുമായിരുന്നു. അവിടെ നീ എടുത്തോണ്ട് വന്നാ? അതല്ല, നിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ശില്പയും കൂടെ പറഞ്ഞങ്ങോട്ട് നാക്ക് വായിലിട്ടതേ ഉള്ളു. ആണോ? എന്താടാ വന്നേ? ഒരു സന്തോഷ വാർത്തയുണ്ട്. നാട് വിട്ടു പോന്നാ നീ? നാട് വിട്ടു പോകണോ? പിന്നെന്താ? എനിക്ക് കല്യാണമായി. എന്നാ കുറി. എന്തിനാടാ കുറി? ചേട്ടാ, എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കല്യാണം വിളിക്കാൻ കുറിയൊക്കെ വരച്ചു വരി കടയിൽ കേട്ടോ. എടാ ഉണ്ണിക്കുട്ടാ, നീ ശില്പയെ പണ്ട് കെട്ടാണ്ടിരുന്നല്ലേ? നിനക്കിപ്പം ശില്പയെ കെട്ടിയ വല്ല കുഴപ്പമുണ്ടോ? കൂട്ടിയിട്ട് കത്തിച്ചു വലിച്ചേക്കുവാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് നിങ്ങൾ പറയത്തില്ല. എടാ അല്ല, പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ശില്പയ്ക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. പിന്നെ അവളുടെ മനസ്സിൽ നീ ഉണ്ട്. നെയ്യുണ്ടെന്നോ? നെയ്യുണ്ടെന്നല്ല, പിന്നെ അവളുടെ മനസ്സിൽ നീ ഉണ്ട്. ഞാനോ? പിന്നെ ശില്പ ആരാണ്? ശില്പ അതൊക്കെ ശില്പ എനിക്ക് ആരാണ്? നിങ്ങൾക്കും ശില്പ. എടാ, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്തുണ്ട്? എനിക്ക് നിങ്ങളോട് നല്ല കലിപ്പുണ്ട്. ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാ? പിന്നെ 5 വർഷം മുമ്പ് ശില്പനെ നിങ്ങൾ കല്യാണം കഴിച്ചു പോയതുകൊണ്ടാണ് ഞാൻ കെട്ടാച്ചരക്കാട്ട് 5 വർഷം എന്റെ വീട്ടിൽ നിന്നത്. എടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്റെ കൂടെ നിൽക്കണം. സത്യമായിട്ടും ശില്പ നിന്നെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നുണ്ടാ. നിനക്ക് വേറൊരു സത്യം അറിയോ? അവൾ എന്നും രാത്രിയിൽ ഉറക്കത്തില് ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ എന്ന് വിളിക്കാറുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് 2 മുറിയിലാ കിടക്കുന്നത്. 2 മുറിയിലാ കിടക്കണമെങ്കിൽ
അവൾ ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചത് ചേട്ടൻ എങ്ങനെയാട്ടാ കേട്ടത്? എടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നാ? നിന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എടാ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല, പിന്നെ നമ്മളെ കൂടി ഇഷ്ടപ്പെടുന്നവരുടെ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? ഞാൻ പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ആ കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ അങ്ങോട്ട് വെക്കാൻ പറ്റത്തൊന്നുമില്ല. അതെന്താ? താൻ കല്യാണം കഴിച്ചേനെ, ഞാനെങ്ങനെയാ വീണ്ടും കല്യാണം കഴിക്കണത്? ഞാൻ ഗീതുമായിട്ട് പുതിയ ദാമ്പത്യ ജീവിതത്തിലായിട്ട് കയറി പോകും. അത് പുതിയതല്ലേ? ആ. പഴയ നിന്നെ ഇഷ്ടമുള്ള നിന്റെ ശില്പിയോടൊപ്പം ജീവിക്കുന്നതല്ലേ യഥാർത്ഥ ശരി. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം. ആണോ ഏട്ടാ? നീ ചെന്ന് നോക്ക്, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ശില്പി അകത്തുണ്ട്. അവൾ അവിടെ പുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. നീ പുറകെ കൂടെ ചെന്ന് പുട്ടുവാരി തിന്നണോ? എന്തൊരു ലാഗ്. എടാ, അവളുടെ പുറകെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറ, ഇനി ഒന്നും ആലോചിക്കാല്ല, ചെല്ല് ചെല്ലടാ ചെല്ല്. സംഭവം നടന്നു. ആ സാധനമല്ല, നിങ്ങൾ പറഞ്ഞ സാധനമല്ല. അതല്ല സംഭവം എന്നെ തല്ലി കേട്ടോ പുട്ട് വെച്ച കൈ കൊണ്ട്. ചേട്ടാ അതെന്താന്നറിയോ? അവനൊരു അബദ്ധം പറ്റിയതാണ്. ഞാനാണെന്ന് കരുതി അവൻ കയറി പിടിച്ചതായിരിക്കും. ആ അബദ്ധത്തിന്റെ കാര്യം പറയാനാ ഞാൻ വന്നേ. എന്താ? ചേട്ടാ, ഞാൻ പുട്ടുണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. പുറകെ കൂടെ വന്ന് ഷോൾഡറിൽ ഒന്ന് പിടിച്ചു. ഞാൻ വിചാരിച്ചു നിങ്ങളാണെന്ന് പറഞ്ഞ ഒരെണ്ണം പറ്റിച്ച്. അയ്യോ ഉണ്ണിക്കുട്ടാ, സോറി ചേട്ടാ, വേദനിച്ചായിരുന്നോ? അവന് വേദനിക്കത്തില്ല, നല്ല തഴമ്പുണ്ടല്ലോ. എന്താ വന്നേ? കല്യാണത്തിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാ. അതെ, അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന്. ആണോടാ? ഇരുത്തി ചോദിച്ചാൽ ഞാൻ അതേന്ന് പറയും. എനിക്ക് ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതി. എടി, സത്യമായിട്ടും അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ ഒരു പ്രാവശ്യം നിന്നെ കല്യാണം കഴിക്കാൻ ഇരുന്നതല്ലേ? അത് പണ്ടല്ലേ ചേട്ടാ? പണ്ടാണെങ്കിലും അവന് ഇഷ്ടം ഉണ്ടായോണ്ടല്ലേ. അപ്പൊ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നതല്ലേ അതിന്റെ ശരി. ചേട്ടാ, നിങ്ങൾക്ക് വട്ടാണോ? ഞാൻ നിങ്ങളെ ഭാര്യ ചേട്ടാ. എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ടൊന്നും വീഴത്തില്ല. ഇനി ഞാനൊരു സത്യം പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമല്ലടി. എനിക്ക് ഇഷ്ടമല്ല. നിനക്കറിയാവോ? ഇല്ല. ശില്പ എന്ന പേരുള്ള ഒരു കാമുകി എനിക്കുണ്ടായിരുന്നു. ആണോ? അവർക്ക് ആ പേരുണ്ടായോണ്ടാണ് ഇങ്ങനെ പേരുള്ള ഒരുത്തി ഞാൻ കല്യാണം കഴിച്ചു. അതെ അതെ അതെ. അത് മാത്രമല്ല, ആ ശില്പ 5 മാസം ഗർഭിണിയായിരുന്നു. ഗർഭം കിടക്കട്ടെ, നല്ല റേറ്റാ. അങ്ങനെ നിന്നെ പറ്റിക്കായിരുന്നു ഇത്ര നാള്. എന്റെ ആത്മാർത്ഥ സ്നേഹം നീ മനസ്സിലാക്കാതെ നീ ഇയാളുടെ കൂടെ ഇറങ്ങി പോയപ്പോഴേ എന്റെ അമ്മ ഒട്ടുപൊല്ലി. അപ്പൊ നമ്മുടെ ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് നിനക്ക് ഈ ഗതി വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ടടി? ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടോ? നീ പറഞ്ഞില്ലേ ഞാൻ ഇത്രയും നേരം എവിടെ പോയെന്ന്? ഞാൻ അവളെ കാണാൻ പോയാടി. നിങ്ങൾ രാവിലെ പറഞ്ഞത് മുഴുവൻ കള്ളമാണല്ലോ. കള്ളമാണ്. ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോയി. അവനെ ഇവിടെ വിളിച്ചോ, ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയിക്കോ. എന്റെ ജീവിതം ഇല്ലാതാക്കിയല്ലേ മനുഷ്യ. എടി, ഞാൻ പറയുന്നു, ഇനിയെങ്കിലും ഒന്ന് കേക്ക്. എനിക്കിനി ആരുണ്ട്? ഞാനുണ്ട്. ഒരു കാര്യം ചെയ്ത് തീർക്കാറുണ്ട്. എന്ത്? ഹലോ, ഗീതുവിന്റെ അച്ഛാ, ആ തന്റെ മോളെ എനിക്ക് വേണ്ട. എനിക്കിഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. എന്നാ കാരണം എന്നോ, താൻ മുംബൈ ഇന്ത്യൻസും ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സും. ഇതൊക്കെ എനിക്കൊരു കാരണമാണ്. എടോ, ഞാൻ എൻ്റെ പഴയ കാമുകിയുടെ അടുത്ത് വന്നു. അവളുടെ ഭർത്താവാണ് ഈ കല്യാണം നടത്തി തരുന്നത്. അതെ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. വെച്ചിട്ട് പട്ടി, എനിക്ക് ഇഷ്ടമല്ല. അവന്റെ ഒരു വിസിറ്റിംഗ് കാർഡ്. വിസിറ്റിംഗ് കാർഡല്ല, ഇത് കല്യാണ കാർഡല്ലേ? എന്ത് പുല്ലാണേലും ഇതിന്റെ ആവശ്യമില്ലല്ലോ. മാറിക്ക് അങ്ങോട്ട്, ഞാനുണ്ട് നിനക്ക്. പിന്നല്ല, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇട്ട് കരട്ടോ. പിള്ളേർ അറിയോടെ. ഓക്കെ, ദൈവമേ, ഇതാണ് സത്യമായിട്ട് ഞാൻ മനസ്സിൽ കണ്ട ഒരു സീന്. ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. പെട്ടെന്നൊക്കെ ഒരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അടിക്കുന്നത് ഡാബിന്നാണല്ലോ. ഹലോ ഹലോ, നിശാ ശലഭനല്ലേ? അതെ പറയണ സാറേ. ഇത് ലാബിന്ന് വിളിക്കുവാണേ. പറഞ്ഞോ. ഐ എം സോറി, നേരത്തെ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് മാറിപ്പോയായിരുന്നു. സാരമില്ല, ഇവിടെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ റിസൾട്ട് ഒന്ന് മാറിപ്പോയി. റിസൾട്ട് മാറിപ്പോയോ? നിശാകാന്തിന്റെ റിസൾട്ട് ആയിരുന്നു. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതേ നിശാ ശലഭൻ ആയിപ്പോയി. സോറി കേട്ടോ. അപ്പൊ എന്റെ റിസൾട്ട് അല്ലായിരുന്നു അത്? നിങ്ങളുടെ റിസൾട്ട് അല്ല. അല്ല, അപ്പൊ ഞാൻ മരിക്കത്തില്ലേ? ഇല്ല, മരിക്കത്തില്ല. എന്താ, മരിക്കാൻ ധൃതിയുണ്ടോ? അല്ല, മരിക്കാൻ ധൃതിയൊന്നുമില്ല. ഇല്ല, അപ്പൊ എനിക്ക് മരിക്കത്തില്ല. കുഴപ്പമൊന്നുമില്ല സാറേ. ഒരു കുരുവില്ല. അപ്പൊ നിങ്ങൾ പിന്നെ പറഞ്ഞോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് പൂട്ടുവന്ന്. പൂട്ടി ഷട്ടറിന്റെ വെളിയിൽ നിന്നായി വിളിച്ചു പറയുന്നത്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഓക്കെ. ഹലോ, ഹണിമൂൺ ദുബായ് പോണ്ട, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കും. ഈ സന്തോഷം എനിക്ക് വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ എന്റെ ഭാര്യക്ക് ഒരു ഉമ്മ കൊടുത്തോട്ടെ. ഞാൻ കൊടുത്തേക്കാം. നീ കൊടുക്ക, ഞാൻ മാറാ പുല്ലേ. എന്റെ പെണ്ണും പിള്ളേരത്തോടെ ഞാൻ സമ്മതിക്കില്ല. മാറിക്കണം അങ്ങോട്ട്. പിന്നെ അല്ല, ഇത്ര നാളെ എന്റെ അടുത്ത് നീ അവളെ തട്ടിയെടുത്തോണ്ട് പോയിട്ട് അവസാന നിമിഷം എടി വേഗം ബാക്കിയടി ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അത് അവള് പറയട്ടെ. ഇല്ല, എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ ചതിക്കുവായിരുന്നില്ല. അതെ, ചതിക്കുകയായിരുന്നു നീ ഇത്ര നാളും. എന്നാ നീ ഒരു സത്യം കേട്ടു. ശരിക്കും പറഞ്ഞ ഇതൊന്നുമല്ല സംഭവിച്ചത്. സത്യമായിട്ടും എനിക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ റിസൾട്ട് മാറിപ്പോയി. സത്യം ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കണം. അല്ല, വിശ്വസിച്ചേ മതിയാവും മോളെ. എന്താണെന്നറിയോ, അത് റിസൾട്ട് മാറിപ്പോയപ്പോ ഞാൻ മരിച്ചു പോകും, 2 മാസത്തിനുള്ളിൽ മരിച്ചു പോകും പറഞ്ഞു. അപ്പോഴും എന്നെ സുരക്ഷിതമായ ഒരു കരങ്ങൾ ലയിപ്പിക്കാൻ വേണ്ടി ഈ പോങ്ങനയോട് ഞാൻ ഈ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. സത്യം അതാ. റിസൾട്ട് നോക്ക് ചേട്ടായി. അപ്പൊ ഞാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി ഓക്കെ, ഇവിടെ ഓക്കെ ആയി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല.
പൊന്നു ചേട്ടാ, ഇത് എന്നോടൊന്ന് പറഞ്ഞാ പോരായിരുന്ന കേട്ടാ. മോളെ അങ്ങനെ പെട്ടെന്നായപ്പോ എന്നോട് സ്നേഹം ഉണ്ടായിട്ടില്ലേ ഞാൻ അങ്ങനെ ചെയ്ത്. ഇനി അങ്ങനെ ചെയ്തില്ല. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും. ഇനി ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. ഇല്ല. വയ്യ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ അല്ല നമ്മൾ കെട്ടേണ്ടത്. മുറുക്ക് പിന്നെ വന്നു അല്ല ദേഷ്യം കടിച്ചമർത്തുകയായിരിക്കും. എനിക്കിപ്പോ ഒരു കുരു ഇല്ലടാ. ഇനിയൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തിനാ? നിനക്ക് എന്തോ അസുഖമുണ്ട്. അല്ലെങ്കിൽ നീ എന്നിട്ട് ഈ വട്ട് കളിപ്പിക്കത്തില്ലേ? ആ കൊച്ചിന്റെ പേരെന്തോ? ഗീതു. ആ ഗീതുവുമായുള്ള കല്യാണം ഉറപ്പി. അതിൽ ഇത് പ്രധാന ഭാഗം. ഇതും കൂടെ ചേർത്ത് വെച്ചു. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. ഞാൻ എവിടെയാ കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ നിന്റെ വീട്ടിൽ കല്യാണം മേടിക്കാൻ പഠിക്കുമ്പോൾ നിനക്ക് വഴിക്കാതെ തിന്നാ പോലെ അതോടെ 200 പെണ്ണ് കണ്ട്. അങ്ങനെ പെണ്ണ് കണ്ടപ്പോ എന്റെ അച്ഛന് ഷുഗർ വരെ വന്നതാ. ചായ കുടിച്ച് അങ്ങനെയാണ് ഞാനൊരു കല്യാണത്തിലേക്ക് എത്തിയത്. അത് ഉത്തരത്തിരുന്ന് കിട്ടിയില്ല. ഞങ്ങൾ താഴെ പോയെന്ന് അതെടുത്ത് കൊടുക്ക്. ഇവിടെ പറയുമ്പോ എന്തായാലും ലെജിബിൾ ആയിട്ട് പറയണം. എന്തെങ്കിലും ജഡ്ജസിന് കിട്ടത്തോ. എന്നാക്കിൽ ഞാൻ ബോംബിട്ട് കത്തിച്ച് കൊല്ലുടാ പട്ടി. അത് കിട്ടിയോ? ലെജിബിളായി. എന്റെ കല്യാണം കീറി കിടക്കണേ. അതെ വീട്ടിൽ കിടന്ന് കരയുന്ന ഇറങ്ങി പാൻ പറ. അടിച്ചിറക്കടിയോടെ. അടിച്ചിറക്കേണ്ടത് അവനല്ല, നിങ്ങൾക്കാണ് നല്ലൊരു അടി വരേണ്ടത്. പല്ലൊരെണ്ണം പോയി എന്നാലും വേണ്ടിയില്ല. ഇത് ഞാൻ അർഹിക്കുന്നതാണ്. തിരിഞ്ഞെന്ന് അവൻ എഴുന്നേക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് പോവാം. റിസൾട്ട് തെറ്റിപ്പോയതിന്റെ കൺഫ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ ഇത്ര നേരം കണ്ടത്. എന്തായാലും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന റിസൾട്ട് അത് തെറ്റത്തേയില്ല. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം നല്ല രസമുള്ളൊരു വിഷയമാണ്. അതിനാദ്യം തന്നെ ഒരു കൈയ്യടി തരിക. നല്ല രസമാണ്. പിന്നെ നിങ്ങൾ 3 പേരും പെർഫോം ചെയ്യുമ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു സാധാരണ ഒരു കൗണ്ടർ സ്കിറ്റിലുപരി കുറേ സാധനങ്ങൾ നല്ല ലൈഫായിട്ട് ചെയ്യുമെന്ന് പറയും. ആ ലൈഫ് ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് നിങ്ങളുടെ ഈ കളിക്കുണ്ടായത്. അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. മണിക്കൂട്ടൻ്റെ ജാസ്മിൻ്റെ കോമ്പിനേഷൻ പരിപാടികളൊക്കെ ഉള്ളായിരുന്നു. ടോയൊക്കെ മേടിച്ചുകൊണ്ട് ആ പ്ലേ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. മണിക്കൂട്ട അവിടെ ഇരിക്കുമ്പം അതിൻ്റെ പി സൗണ്ട് കേൾക്കുക, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കേൾക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അമലിൻ്റെ വരവ്. അമൽ നല്ല രസമായിട്ട് അമൽ ഭയങ്കര രസമുണ്ട്. അമലെ ഒരു നല്ല ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കൗണ്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൗണ്ടർ കുറവാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പ്ലേ എന്ന് പറയുന്നത് നല്ല ലൈഫുള്ള പ്ലേ ആണ്. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കിറ്റുകൾക്ക് അത് ഗുണം ചെയ്യും നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ. ഞാൻ പറഞ്ഞ ഈ ഒരു നമ്മുടെ ഒരു കൗണ്ടർ സ്കിറ്റ് അല്ലാതെ ഒരു ലൈഫ് വെച്ചുള്ളൊരു സ്കിറ്റ് കളിക്കാൻ നിങ്ങൾ മിടുക്കരാണ് 3 പേരും. ഗംഭീരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല സ്ക്രിപ്റ്റും ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ് സത്യത്തിൽ ഈ സാധനം അതൊരു രസത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചത്. ആ രസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കുറേ സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളും കുറേ ഡയലോഗുകൾ മാത്രമായി പ്രസൻറ്റ് ചെയ്തു പോയി. അവിടെയാണ് ചിരിയുടെ അംശം കുറഞ്ഞു വന്നത്. അതിനുശേഷം അമൽ വന്നതിന് ശേഷമാണ് ഈ സാധനം ചിരിയുടെ ആ ട്രാക്കിലേക്ക് വീണത്. അത്രയും ഭാഗം കൂടി നിങ്ങൾ ചിരിയിട്ട് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കേണ്ട സ്കിറ്റാണെന്നറിയോ. നല്ല രസമാണ് ആ സ്റ്റോറിയൊക്കെ പറയുന്നതും നമുക്കൊരു സിമ്പതി തോന്നുകയും ചെയ്യും. അതൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ട സാധനം എന്താണ്? ചിരിയാണ്. ആ ചിരിയുടെ ഭാഗമാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചത്. അവിടെയാണ് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുള്ളൂ. ബാക്കി ഗംഭീര സാധനം. 3 പേരും നല്ല മനോഹരമായിട്ട് നമ്മുടെ പ്രചോദ് പറഞ്ഞ പോലെ മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും അത് അവതരിപ്പിച്ചു. ഇത്രയും ഭാഗം കൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ഇരുന്നിരുന്നെങ്കിൽ സാധനം വെടിയും പുകയായിരുന്നു. എന്തായാലും കലക്കി 3 പേരും നന്നായിട്ട് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു സിനിമാറ്റിക് മൂഡുള്ള ഒരു സ്ക്രിപ്റ്റും അതുപോലെ തന്നെ നിങ്ങൾ 3 പേരും അഭിനയിക്കുകയും ചെയ്ത് ഇതിനകത്ത് ഈ പറഞ്ഞോട്ട് കൗണ്ടറുകൾ ഇല്ലാന്നുള്ളു ഒരു കഥ പോലെ പോകുന്നതല്ലേ. 3 പേരുടെ അവസ്ഥയാണിത്. വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കല്യാണം മുടക്കുന്ന ഒരു സംഭവമുണ്ട്. സ്വന്തം ഓപ്ഷനിൽ വിളിച്ചിട്ടേ 2 IPL ടീമാണെന്നും പറഞ്ഞ് കല്യാണം മുടക്കിയാക്കണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വീണ് കഴിഞ്ഞിട്ട് ഈ കല്യാണ കാർഡ് എടുത്തതിന് ശേഷം അവിടെ നിന്നിട്ടൊരു ഹസ്കി സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്കൊണ്ട് ഭയങ്കര റൈസായി പറയേണ്ട സാധനമാണത്. പക്ഷെ അത് ഭയങ്കര മോഡുലേഷനിൽ നമ്മുടെ അമല് പറഞ്ഞു തന്നില്ല ആ മറുപടി. നിനക്കെന്താടാ ഭ്രാന്തുണ്ടോ? നിനക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? മണിക്കൂട്ടൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം ഇതോടെ ചേർത്തുള്ള അതൊക്കെ ഭയങ്കര നമ്മൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് ഭയങ്കര റേഞ്ചിൽ കളിക്കാൻ നോക്കും. ഇങ്ങനെയും കളിച്ചത് ഉഗ്രനാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 3 പേരും ഗംഭീരമായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. അപ്പം
നമ്മുടെ കാര്യക്കാരൊക്കെ നല്ല കമന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി നേരെ സ്കോറിലേക്ക് പോവാം. നമുക്ക് പ്രചോദനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ ഞാൻ ഒരു 15,000 രൂപ. ഓക്കെ, 15,000. ഇക്ക ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല, 15,000 രൂപ. അപ്പോ 30,000 രൂപയായിട്ടുണ്ട്. ഇപ്പോ ഇനി എത്രയാകും, പഞ്ചടിക്കുമോ എന്നൊക്കെ നമുക്കറിയാം. നേരെ പോവാം ബിജുകുട്ടൻ ചേട്ടനിലേക്ക്. പിടിച്ചോ. 60,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. നല്ല സ്കിറ്റ് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞതുപോലെയൊക്കെ തന്നെ നമുക്കിനി ഒരുപാട് കോമഡീസുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ബൈ ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ഒരുപാട് ചിരിക്കാനായിട്ടൊരു സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സെൽവരാജ് ഏട്ടൻ, ശ്യാം കടക്കാവൂർ ആൻഡ് മനു കുമ്പാരി. ഞാൻ ചൊല്ലുന്ന മന്ത്രം എന്തേ ചൊല്ലാത്തത്? മന്ത്രം ചൊല്ലിയായിരുന്നു. ആ, ഞാൻ വിചാരിച്ച് ജനാർദ്ദന്റെ ശബ്ദത്തിൽ നിന്ന് മോർഫ് ചെയ്ത് നേരെ വെടിക്കെട്ടിലോട്ട് പോകും. കലാപം പ്രചോദനത്തിന്റെ ശിഷ്യം വല്ലതും ആണോ? അല്ല പിന്നെന്താ ഇങ്ങനെ? അല്ല, തന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ കർമ്മത്തിനാണല്ലോ നമ്മളിവിടെ വന്നത്. അതെ, അതെ. പിന്നെ എന്താ മന്ത്രം ചൊല്ലാത്തത്? അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പ് വെച്ച് എനിക്കിത് പറയാനും ഇതൊക്കെ ഒരു ഭയങ്കര നാണമുണ്ട്. നാട്ടുകാർ അറിഞ്ഞ് നാണക്കേടാവുന്ന ഏർപ്പാടാണ്. മംഗളശീല ചോമ്പും പലതും പറയും, നീ അതും കേട്ടോണ്ട് തുള്ളാൻ നിൽക്കരുത്. സംഭവം ഞാൻ പറയട്ടെ, ഇതിപ്പോ ദിവ്യദൃഷ്ടിയിൽ കണ്ടതല്ലേ പറഞ്ഞത്. അതെ. ഞാനിത് എങ്ങനെ നാട്ടുകാരോട് പറയുമെന്ന് ആലോചിക്കുന്നത്. എടാ- മരിച്ചുപോയ എന്റെ അച്ഛൻ, ആ. ആ അച്ഛന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഏതോ ആൾക്കുറക്കിന്റെ ദേഹത്ത് ഇരിപ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നാട്ടുകാരോട് പറഞ്ഞത് വിശ്വസിപ്പിക്കും? എടാ, നിന്റെ അച്ഛന്റെ ജോലി എന്താണ്? എന്റെ അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞാൽ സർക്കസിൽ മൃഗങ്ങളെ നോക്കുന്ന ജോലിയായിരുന്നു. തന്നെ? അച്ഛൻ മരിച്ചതിന് ശേഷം ആ ജോലി ഞാനാണ് ചെയ്യുന്നത്. ആ, സർക്കസിന് ജോലി ഇല്ലാത്തപ്പോ നിന്റെ അച്ഛന് വീട്ടിൽ വന്ന എന്താണ് പണി? തനി ആച്ചിക്കൊന്ത മീൻ കണ്ടിക്കുന്നതിന്റെ അടുത്തുനിന്ന് മാറൂലെന്ന്. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. അച്ഛനെന്തോ അച്ഛൻ വെറുതെ വീട്ടിൽ വന്ന് കുത്തിയിരിക്കും. എന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് അമ്മയുടെ തലയിൽ പേൻ നോക്കി കൊടുക്കും. അച്ഛന് ഇഷ്ട ഭക്ഷണം എന്താണ്? അച്ഛന് പാളയംകുടം പഴം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ച് വയറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ തെങ്ങ കയറിട്ട് കരിക്കിട്ട് കുടിക്കും. എടാ, ഇത്രയും കഴിഞ്ഞ് നിനക്ക് മനസ്സിലായില്ല നിന്റെ അച്ഛൻ ഒന്നാമതൊരു ഒരു കുരങ്ങാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ അതുകൊണ്ട് ആ കുരങ്ങിന്റെ ദേഹത്ത് നിന്റെ അച്ഛന്റെ ആത്മാവ് കയറിയത്. അത് ഇറക്കാൻ വേണ്ടിയില്ല ഞാനിവിടെ വന്നത്. അപ്പൊ കുരങ്ങന്റെ ദേഹത്തുണ്ട്. അതിപ്പോ അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ സർക്കസ് കൂടാരത്തിൽ നിന്ന് കുരങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മംഗളശീല നാണക്കേടാണ് ഈ കൊരങ്ങന്റെ ഇത്. എന്താ ചുമ്മാ എല്ലാം നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കോടാ? നാട്ടുകാരുടെ മുഖത്ത് നോക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വിടണ്ടേ? അച്ഛന് ശാപമോക്ഷം കിട്ടട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, കർമ്മം തുടങ്ങാൻ സമയമായി. നീ ആ ആൾക്കാരെ കൊണ്ടുപോവാ. എന്നാലും ഞാനല്ലേ എന്റെ ട്രെയിനർ, ഞാൻ വിളിക്കാം. കുഴപ്പമില്ലല്ലോ. വിളിച്ചോ. രഞ്ജു, ഇത് ആരാ വിളിച്ചത്? കുരങ്ങനെ. നിന്റെ അച്ഛന്റെ ആത്മാവ് നിന്നെ കുരങ്ങനെ. അച്ഛന്ന് വീടാ. അച്ഛാ വിളി. ആ, അച്ഛാ, ആ. അച്ഛ രഞ്ജു, കമ്മ കമ്മ. ഓ. അച്ഛാ, അച്ഛ കമ്മ. പേടിയാട്ടോ. കറക്റ്റ്. 100% വിശ്വസിക്കാൻ നിന്റെ അച്ഛൻ തന്നെ അതെന്നാ? വന്നോണ്ടേ പെണ്ണുങ്ങളെ പ്ലെയിങ്സ് അടിച്ച് കാണിച്ചിരുന്നപ്പോ പോലും അങ്ങനെ പെണ്ണുങ്ങളെ ഇടയിൽ നിന്ന് മാറിയിട്ടില്ല. ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇടാ ഇഞ്ഞ് വന്നേടാ. നമ്മുടെ അച്ഛന്റെ പേരെന്തുവാ? രതീഷ് കുമാർ. നാളെ മുതല് കപീഷ് കുമാറിന്റെ മരുമോനെ എന്നെ നാട്ടുകാരെ വിളിക്കുമല്ലോ. ഇത് സംഭവം എനിക്ക് മനസ്സിലായി. എന്ത്? എന്റെ അച്ഛന്റെ ആത്മാവ് ഈ കുരകളിലുണ്ട്. എങ്ങനെ മനസ്സിലായി? ആണ്ട അളിയനെ നോക്കി കൊഞ്ചനെ കുത്തി കാണിക്കും. ജീവിച്ചിരിക്കുന്ന സമയത്തും അളിയൻ വീട്ടിൽ വരാൻ നിർത്തിക്കണായിരുന്നു. എപ്പോഴും അച്ഛൻ കൊഞ്ചനെ കുത്തി കാണിക്കും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ അച്ഛൻ എന്തെങ്കിലും അടയാളം ഉണ്ട്. അതെങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി. അടയാളം ഉണ്ട്. എന്ത് അടയാളം? എന്റെ അച്ഛന്റെ അടയാളം ഉണ്ട്. കാണിച്ചോ. എന്റെ അച്ഛന്റെ കൈയുടെ അടിയിൽ മറുകൊണ്ട് 3 എണ്ണം. അല്ല എവിടെ? ഒരു ട്രിമ്മർ കിട്ടുവാ. എടാ ഇത് ട്രിമ്മറിലൊന്നും ഒതുങ്ങൂല. കൊയ്ത്ത വിഷയം വെച്ച് പിടിച്ചോട് അടിയുന്നു. അതേ നടക്കൂ. പിന്നെ അല്ലാതെ ഇത് ട്രിമ്മർ ഇട്ട് എന്ത് ചെയ്യാൻ പറ്റും? നീ ഒരു കാര്യം ചെയ്യും. അമ്മയുടെ ഫോട്ടോ ഉണ്ടോ മൊബൈൽ? പിന്നെ ഉണ്ട്. എടുക്ക്. കാണിച്ചു. നേരെ കൊണ്ട് കാണിക്കും. അച്ഛന്റെ മുഖത്ത് കഴിയണം. ഇത് ഈ അമ്മച്ചീനെ അറിയാമെന്ന് നോക്കിയാ. 100% ഉറക്കാം. ഉറപ്പിക്കാം. 100% മുട്ടയിടന്ന് ഇരിക്കുന്ന ഇടിയുണ്ട. 100% ഉറപ്പിക്കാം ഇത് നിന്റെ അച്ഛനാണെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനല്ലായിരുന്ന. ആമിക്ക് തെറ്റില്ല, എനിക്കറിയാം. അവന്റെ അമ്മച്ചീനെ തലവട്ടം കണ്ടാ മതി. അച്ഛൻ ഇങ്ങനെ ഈ അടിയായിരുന്നു. അതെ. പിന്നെ അതല്ലേ ഒരങ്ങൻ അങ്ങനെ കളിയാക്കരുത്. കളിയാക്കരുത്. ഒരങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. എന്താണ്? ഒരങ്ങൻ നമ്മളെ പൂർവികന്മാരാണ്. നിങ്ങളെയാണ്, നമ്മുടെ അല്ല. നിങ്ങൾക്ക് അത്ര വലിയ കൊതിയാണെങ്കിൽ കാട്ടുവള്ളി തൂങ്ങി എങ്ങോട്ടെങ്കിലും പോണം. ഓ കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. എന്ത്? ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാം. ആര്? വലിയ മനുഷ്യനാണ്. എന്റെ ദേവേ,
വെറ്റേട് വെറ്റേട് കടി കടി എന്നിട്ട് മാപ്പ് പറ. വെറ്റേട് കടി കടി എന്നിട്ട് മാപ്പ് പറ. വെറ്റേട് കടി കടി എന്നിട്ട് മാപ്പ് പറ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആത്മാവിനെ ആവാഹിക്കാൻ വന്നാണ്. അതൊക്കെ പിന്നെ ആവാഹിക്കാം. ആദ്യം അവന്റെ കടി തീർത്തോളൂ. കർമ്മം തുടങ്ങാൻ സമയമില്ല നമുക്ക്. ആ ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ എടുത്താണ്. ലിസ്റ്റ് പ്രകാരമുള്ള ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 3 സാധനം കടക്കാരന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അത് ഏതൊക്കെയാണ്? താണ്ട് എഴുതി വെച്ചിരിക്കുന്ന എന്തോന്ന്? സാമിന്റെ പ്രാണി ചിരിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് വായിച്ചു. സാമ്പ്രാണി തിരി. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്ന? കർക്കിടക 250 ഗ്രാം. കൽക്കണ്ട 250 ഗ്രാം. അതെല്ലാം ഓക്കെ. ഈ അവസാനം എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്? കുത്തിയിരിക്കാൻ 100 പേര്. അതത് കുത്തിയിരിക്കാൻ 100 പേര് എവിടെ പോയി കൊണ്ടുവരാം? വളഞ്ഞു നിൽക്കാൻ 2 പേരാണെങ്കിൽ നമ്മളൊക്കെ. അല്ലെന്ന് കുന്തിരിക്കാം 100 ഗ്രാം. വ്യക്തമായിട്ട് വായിക്കേണ്ടത് ആണല്ലേ? ഏതുവരെ പഠിച്ചായിരുന്നു? അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ബുക്ക്, പേന, പേപ്പർ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പയറ് കഞ്ഞിക്ക് മാത്രമല്ല സ്കൂളിൽ എല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ കഷ്ടപ്പെട്ടാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. എന്തിന് കഷ്ടപ്പെട്ട് 5ാം ക്ലാസ് വരെ പോയാൽ ബാക്കിയുള്ളത് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി? നല്ലതുപോലെ എഴുതി ഒരു ലിസ്റ്റ് കൊടുക്കണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ അനുഗ്രഹം അച്ഛൻ വന്നതല്ലേ എന്റെ അച്ഛ അച്ഛാ അച്ഛാ. അയ്യോ എന്നെ അനുഗ്രഹിക്കണം അച്ഛാ. എന്റെ അച്ഛൻ തന്നെ, എനിക്ക് ഉറപ്പാണ് എന്റെ അച്ഛൻ തന്നെ. കർമ്മത്തിലേക്ക് കിടക്കാം. കിടക്കുന്നതിന് മുമ്പ് ഈ അച്ഛന് എന്തെങ്കിലും ആഗ്രഹങ്ങളാ വല്ലതും ഉണ്ടാവും നമുക്കറിയണം. അല്ല ആഗ്രഹങ്ങൾ പലതൊക്കെ ഉണ്ടാവില്ല. ആഗ്രഹങ്ങളുള്ള മനുഷ്യരാണല്ലോ എല്ലാരും ഉള്ളത്. അപ്പൊ അങ്ങനെ ആഗ്രഹം ചോദിക്കാം. ഞാൻ തന്നെ ചോദിക്കാം. അതായിരുന്നാ അച്ഛൻ പറഞ്ഞറിയാമോ? അൽഫാം മന്തി വേണമെന്ന്. ഇവിടെ അടിച്ചു വെച്ചേക്കുന്നു. ഗ്യാസ് ഇല്ലാത്ത സമയത്ത് അൽഫാം മന്തി വേണം. പിന്നെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ ഫ്രൈ ചോദിച്ചിട്ട് ചിക്കൻ വെയിലത്തിട്ട് ഉണക്കിയാണ് അവർ തന്നത്. എന്റെ ഈ വന്ന സമയം തൊട്ട് എന്റെ അച്ഛനെ വെറുതെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭാര്യയുടെ അച്ഛനല്ലേ ഇതിനായിട്ട് കളിയാക്കാവോ? അത് മരിച്ചൊരു മനുഷ്യനാ. എനിക്ക് കളിയാക്കാനുള്ള പ്രശ്നം എന്തിനാ നിങ്ങൾക്ക് ഇത്ര വിഷയം? ഞാൻ പല്ലെടുത്ത് വേദനയായിട്ട് ഇങ്ങനെ ആശുപത്രി കിടന്ന സമയത്ത് എന്റെ തലയ്ക്ക് വന്നിരുന്ന് മുറുക്ക് നിന്നേക്ക്. നിങ്ങൾ മുറുക്ക് തന്നാ മാറിക്കാണ് മരുമോനെ കൊതിയാക്കിയാ അതിനിളക്കിയാ ഞാൻ പറഞ്ഞതാണ്. ചുമ്മാ അതിന്റെ വയറ്റത്തിൽ എന്നിട്ട് കുത്തന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ ഇതിനൊക്കെ എന്തൊക്കെ ഇടാൻ പറ്റിയ സാധനം വല്ലതാണ്. ഞാനങ്ങനെ കർമ്മം നടത്തും. പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പഴം അങ്ങ് തൊലിച്ചിട്ട് അവന് കൊടുത്തേച്ചാ മതി. അച്ഛൻ ഓക്കെ ആവും. മനസ്സിലായോ? അതങ്ങനെ സംഭവിക്കും. നമ്മളെ ആദ്യമായിട്ട് കാണുന്നതല്ലേ ഇത് സംഭവമാക്കണം. ഞാൻ ആദ്യം ഈ സർക്കസ് കൂടാരത്തിലോട്ട് ചെന്നല്ലോ. ആ ചെന്ന സമയത്ത് അവിടെ ഒരു ഒരു കുതിര ഭയങ്കര പ്രശ്നമായിട്ട് അവിടെ നിൽക്കുവായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ മുതിര പുഴുങ്ങി നേരെ ഈ കുതിരക്ക് കൊടുത്തു. മനസ്സിലായോ? അതാണ് ഒരു കുഴപ്പമില്ലായിരുന്നു. അതല്ലെന്ന് അത് കഴിഞ്ഞ് നോക്കാൻ നിർത്തി കരടി കരടി അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം. ഞാൻ നേരെ ഒരു തേനീച്ച കൂടെ എടുത്ത് പുഴുങ്ങി ഈ കരടിക്ക് കൊടുത്തു. അത് നിക്കട്ടെന്ന്. അത് കഴിഞ്ഞ ആന ആന അവിടെ കിടന്ന് എന്നെ പ്രശ്നമായിരുന്നെന്നറിയാമോ? ലാസ്റ്റ് ഞാൻ അവിടെ ഒരു കരിമ്പ് പുഴുകി നേരെ ആനക്ക് കൊടുത്തു. അല്ല ഈ പഴം തൊലിച്ച് കരടി കൊടുക്കട്ടെ. ഒരുത്തം പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് നീ ഈ പഴം തൊലിച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യും? അത് ആദ്യം പുഴുങ്ങി തീരട്ട്. അല്ല നമ്മൾ കർമ്മത്തിന് വസ്ത്രം കൊടുക്കണം. അച്ഛന് വസ്ത്രം കൊടുക്കണം. ആദ്യം വസ്ത്രം കൊടുക്കും. വസ്ത്രം കുടിപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളൊന്നും അല്ല. പിടിവാശിയുള്ള ആളൊന്നും അല്ല. അങ്ങോട്ട് കുഴപ്പമില്ല. അച്ഛനെ മുണ്ട് ഉടുപ്പിക്കുന്ന തോർത്ത് അച്ഛാ അച്ഛാ ഇരിക്കച്ഛാ. ഇങ്ങോട്ട് പോകേണ്ടത് 100% നമുക്ക് ഉറപ്പിക്കാം. അച്ഛൻ ഈ തന്നെ ഇത് എവിടെയാണ് ഒഴുക്കേണ്ടത്? ഇത് ആത്മാവിനെ ഇരുത്തേണ്ടത് എവിടെയാണ്? അച്ഛന്റെ ആത്മാവിനെ ആവാഹിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുരുത്തിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ആ മലയുടെ മേളിൽ കൊണ്ട് അച്ഛനെ ഇരുത്തിയാൽ മതി. ഇരുത്തേണ്ട ആവശ്യമില്ലെന്ന്. അതിനെക്കാട്ടി അച്ഛന് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഈ വീടിന്റെ പിറകുവശത്ത് ഒരു ചായ്പുണ്ട്. അവിടെ ഒരു പഴയ അമ്മിക്കല്ല് ഇരിപ്പുണ്ട്. ആ അമ്മിക്കല്ലിൽ കൊണ്ടങ്ങ് ഇരുത്തിയാൽ മതി. പിന്നെ അവിടെ ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ കിളയ്ക്കുന്നതും വെട്ടുന്നതൊക്കെ കണ്ടുകൊണ്ട് അച്ഛൻ അവിടെ ഇരുന്നോളുന്നു. അതാണ് അച്ഛന് ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ അച്ഛനെ ആവാഹിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്റെ വീട്ടിലോട്ടൊന്ന് വിടണം. എന്റെ അച്ഛനെ വീട്ടിലോട്ടൊന്ന് വിടണേ. എന്റെ രമ്യയുടെ അച്ഛോ വീട് വരെ ഒന്ന് വരണേ. അല്ല അതിപ്പോ എന്താണ് ഇപ്പൊ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം എന്താണ്? വേറൊന്നും അല്ല. വീട്ടിൽ തെങ്ങ് കയറാൻ ആളെ കിട്ടാനില്ല. അച്ഛനാകുമ്പോ കയറിയാൻ കിട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരുമല്ലോ. അത് ശരി. ഈ കാര്യം നടക്കട്ടെ. കർമ്മത്തിലേക്ക് കിടക്ക്. ആദ്യം നിങ്ങൾ കർമ്മത്തിൽ കടക്കുന്നതിന് മുമ്പ് പരേതന് മനസ്സിൽ ധ്യാനിച്ച് ഗോപി തുടങ്ങും. തൊട്ടിട്ട് എന്ത് ചെയ്യണം? ആവാഹിക്കുന്നതിന് മുമ്പ് ഈ ആവാഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മകനെ കാണാൻ പറ്റൂല. ആവാഹിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് മകനെ വന്ന് കെട്ടിപ്പിടിക്കും. ഈ നിൽക്കുന്ന അച്ഛൻ മകനെ കെട്ടിപ്പിടിക്കും. പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ കുടത്തിനകത്ത് ആവാഹിക്കും. അങ്ങനെയാണ്. അപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊള്ള. പ്രാർത്ഥിക്കണം. അക്കരെ വലിയ വളി ഇക്കരെ ചെറിയ വളി ഈ ഇരിക്കും ഭൂതനെ എന്നോട് കാക്കണേ. ഈ വാതയിനകത്ത് കേട്ടണമേ. ഈ ആത്മാവിനകത്ത് കേട്ടണമേ ഭഗവാനെ. എന്റെ അപ്പൂപ്പന്മാരെ ഒന്ന് കേട്ടണമേ ഭഗവാനെ. ഭഗവാനെ ഈശ്വര കണ്ണടച്ച് പ്രാർത്ഥിക്കണേ.
ഇതെന്താ ഇങ്ങനെ? ആ കർമ്മി പറഞ്ഞ എന്തുവാണ്? എന്ത് പറഞ്ഞു? ആത്മാവിനെ ആവാഹിച്ച് കേറ്റുന്ന സമയത്ത് ആ. എന്തോ പറഞ്ഞത്? മകനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛൻ വന്ന് മകനെ കെട്ടിപ്പിടിക്കുന്നല്ലേ? ആണ്. എന്തിനാണ് സ്വാമിയും കെട്ടിപ്പിടിച്ചോണ്ട് പോയത്? ആ സ്വാമിയുടെ പേരെന്ത് പറഞ്ഞു? ബാബു. വെറും ബാബു അല്ല, പിന്നെ? ഇന്ന് മുതൽ അത് നിന്റെ ചേട്ടൻ ബാബുവാണ്. ആണടാ, അല്ലെങ്കിൽ പിന്നെ അവൻ പിടിച്ചോണ്ട് പോകും. എങ്ങനെ? അയ്യോ, അതാകെ പ്രശ്നമാണ്. സർക്കസ്കൂടായിട്ട് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കേണ്ടതാണ് കുരങ്ങനെ. ഏതായിട്ടായിരുന്നു അതിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ മറ്റേ തീവളയം ഉണ്ടല്ലോ, ആ. തീവളയം ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെ ചാടി കുരങ്ങൻ. അതിന് നീ ഇനി പേടിക്കേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ തീ വളയത്തിൽ കൂടെ എടുത്തങ്ങ് ചാട്. അയ്യോ, ആ കിങ് കോങ്ങിനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഒന്ന് ഭയന്നു. എന്തായാലും ഞാൻ ചിരിച്ചു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. സെൽവ, ചേട്ടാ, മനു, ശ്യാമേ, നന്നായിരുന്നു. ഒരു വൃത്തി ഉണ്ടായിരുന്നു പെർഫോമൻസിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കിങ് കോങ് കിങ് കോങ് അതിനൊരു ഉഗ്രൻ കൈ കൊടുക്കണം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമ്മളെ സ്കിറ്റിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് കിങ് കോങ്ങിനെയാണ്. കാര്യം വളരെ മനോഹരമായിട്ട് അത് നിന്ന് ആടി ഒരു പ്രശ്നവുമില്ലാതെ വന്നു. പക്ഷേ നിങ്ങളുടെ കണ്ടന്റ് നല്ല രസമുള്ളൊരു ആശയമായിരുന്നു. പിന്നെ നമുക്കറിയാം അതിനകത്തൊരു ഹ്യൂമർ സൈഡ് എന്ന് പറയുന്നതിനകത്ത് ചെറിയ ചെറിയ ഒരു വീഴ്ചകൾ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് എവിടെയോ ഒന്ന് മറന്നുപോയി സ്ലിപ്പായ സാധനം വീണ്ടും റിവൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന 2-3 സിറ്റുവേഷൻ. അതായത് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുമ്പോൾ ഒരു സാധനം വന്ന് അടുത്തേക്ക് പോകേണ്ടതിന് പകരം വേറെ എവിടെയോ മറന്നുപോയ ഒരു സാധനം വീണ്ടും മനു കൊണ്ട് ഫില്ല് ചെയ്തു അല്ലേ. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വീഴ്ചകൾ എനിക്ക് തോന്നി. പെർഫോമൻസ് ബേസിലൊന്നും കുഴപ്പമില്ല, ഏകദേശം നന്നായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീറിക്ക? എൻ്റെ നോട്ടത്തിൽ സെൽവൻ ഒതുങ്ങിപ്പോയതാണ് പ്രശ്നമെന്ന് തോന്നുന്നു. സെൽവൻ ഇതിൽ ഭയങ്കരമായിട്ട് ആ ഒരു പോയിന്റുമായിട്ട് മാറി നിന്ന് അങ്ങ് ഒതുങ്ങിപ്പോയി. അവിടെയാണ് അത് കളിക്കൊരു പവർ കിട്ടിയില്ല. എന്താ ഒരു 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 സാഡ് മൂഡ്, മോൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അച്ഛനെ എങ്ങനെയും ഒന്ന് ആവാഹിച്ച് വിടണമെന്നുള്ള ഒരു സാഡാണ് ആ പുള്ളി. ആ ഒരു റേഞ്ചിൽ നിങ്ങൾ 2 പേരും നിന്നു. തമാശയുടെ കുറവ് അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. കൗണ്ടർ തീരെ കുറവാണ്, പക്ഷേ കൗണ്ടറും ഇല്ലെങ്കിൽ പോലും നല്ല ഫാസ്റ്റായിട്ട് കളിച്ചിരുന്ന ഈ സാധനം കുറച്ചുകൂടെ ടെമ്പോയിൽ എത്തിയേനെ. സാറേല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നന്നാക്കണം. കാര്യം നിങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ ചിരിക്കാമെന്നുള്ള, അതിൻ്റെ എലമെൻറ്റുകൾ കുറഞ്ഞു പോയി. ചിരി തന്നെ വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ബിജുക്കുട്ടൻ ചേട്ടാ? അല്ല, നമുക്ക് ആ കരടിനെ അതൊന്ന് കാണിക്കണമല്ലോ, അത് ആരാണ് ചെയ്തതെന്നുള്ളത്. കിങ് കോങ്ങിനെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചൊക്കെ മുട്ടടിച്ചത് കോമഡി ആയിരുന്നു. അയ്യോ, ഉഗ്രനായിരുന്നു കേട്ടോ. ഞാൻ കരുതി അപ്പം ഞാൻ ഭയങ്കര ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്. അപ്പം ഈ അതിൻ്റെ വായുണ്ടല്ലോ, വായ ഇങ്ങനെ അടയണമുണ്ട്, കൈകൾക്കും കാലുകൾക്കും മൊത്തം ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചുണ്ടിൻ്റെ പരിപാടി എങ്ങനെയായിരുന്നത്? അത് 2 കൈയിലോട്ട് കോർത്ത് പിടിക്കും. എന്നിട്ട് ഒരു കൈ കൊണ്ടിട്ട് വേണം മൗത്തിൽ വെക്കാനായിട്ട്. ഒരു കൈ കൊണ്ട് പിടിക്കണം നമ്മള്. ഒരു കൈ കൊണ്ട് ഈ 2 ഹാൻഡ് ഒരു കൈ കൊണ്ട് പിടിക്കണം. അയ്യോ, അപ്പൊ നല്ലൊരു കൈ തന്നെ. അല്ല, അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇത്രയും നേരം നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ചൂടാണ്, ഭയങ്കര ചൂടാണ്. അത് തന്നെയല്ല, നമ്മൾ ഇവർ പറയുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ ആ സാഡ് സംഭവങ്ങളും സന്തോഷം എല്ലാം ഫേസിൽ, അതുമല്ല അതിന്റെ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. കണ്ണെങ്ങനെ കാണും? നെഞ്ചത്താണ് കണ്ണല്ലേ. മറ്റേത് കൈ വെച്ചല്ലേ. അയ്യോ, ഒരു രക്ഷയിലിട്ടാ. ചേട്ടന്റെ പേരെന്താ? അനീഷ്. അനീഷ് ചേട്ടന്റെ ആർട്ട് ഓഫ് ബാലൻസിങ് അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നത് നസീർക്ക് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൽവൻ നന്നായിട്ട് ഒതുങ്ങിപ്പോയി. ത്രൂ ഔട്ട് ആദ്യം തുടങ്ങി 3 പേരുണ്ട്. പക്ഷേ സെൽവന് മാത്രം കൗണ്ടറുകൾ കുറവാണ്, കുറേ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല. പക്ഷെ അതിനകത്താണ് ഈ പ്രശ്നം പറ്റിപ്പോയത്. കോമഡി എലമെൻറ്റുകൾ നമുക്ക് സെൽവൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് കുറവുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഈ സ്കിറ്റിനെ ഭയങ്കരമായിട്ട് ബാധിച്ചത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു കാര്യക്കാർ. അപ്പം നമ്മൾ സ്കോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കിങ് കോങ്ങിനെ ഒന്ന് യാത്രയാക്കുന്നത്. താങ്ക് യു. എൻ്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് വരാൻ ഞാൻ വലിയ താങ്ക്സ്. എനിക്ക് ഞാൻ ബിജുക്കുട്ടൻ ചേട്ടനോട് പറയുകയും ചെയ്തു. നമുക്ക് ഇനി സ്കോഴ്സ് അറിയാം എത്രയാണ് എന്ന് നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് നസീർക്ക. ഞാനൊരു 9,000 രൂപ കൊടുക്കാം. 9,000. ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനും ഒട്ടും കുറക്കുന്നില്ല, 9,000 രൂപ. 18,000 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ ഇനി പ്രചോദനാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടൊരു കൺഗ്രാജുലേഷൻ സെൽവന് കൊടുക്കുകയാണ്. വാഴ 2 സെൽവ ഗംഭീരമായിട്ട് അഭിനയിച്ചു. ഉഗ്രം കൈയടി തരികയാണ്. അവന് മറച്ചു വെക്കുന്നില്ല, ഹൈഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളത് ഞാനങ്ങ് തരികയാണ്. 35,000 രൂപയാണ് നേടിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ വാഴ 2 സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് അധികം കോമഡി സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.
ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ ഈ ഒരു വേദിയിൽ വിഷു ബമ്പറായിട്ട് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? അതെ. അപ്പൊ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സൈൻഡവ്, ആര്യ ആൻഡ് ആരാധ്യ. കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ അരുതേ പറയരുതേ എന്റെ സ്നേഹിതയാണു നീ. ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല നിൻ വിളി കേൾക്കാൻ അങ്ങനെ നീക്കലും വാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഏതായാലും ഫാമിലി ഷോയ്ക്ക് വേണ്ടി ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാന്ന്. എന്നാ അതല്ല, നിങ്ങൾ ആ മ്യൂസിക് ഇല്ലാതെ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. നീ കാരണം ഇതൊക്കെ സംഭവിച്ചേ, നീ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചേ. ആ ഇനിയിപ്പോ എന്നെ മാത്രം അങ്ങ് പറ. ഞാൻ മാത്രല്ല, നിങ്ങളും കൂടിയാ വഴക്കുണ്ടാക്കിയത്. ആര് പറഞ്ഞു? നിന്നെ കെട്ടിയത് എന്റെ ഏറ്റവും വലിയ കുറ്റായി പോയി. അയ്യോ, ഞാൻ മാത്രല്ല, നിങ്ങൾ കൂടിയാ വഴക്കുണ്ടാക്കിയത്. ആര് പറഞ്ഞു? നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, അവർക്കറിയാം ഞാനല്ല വഴക്കുണ്ടാക്കിയത്, നിങ്ങളാണ്. നീ ഭയങ്കര വലിയ വർത്താനൊന്നും പറയണ്ട. നീ കാരണം വഴക്കുണ്ടായേ, നീ കാരണം വഴക്കുണ്ടായേ. മടുത്ത്, എനിക്ക് മടുത്ത്. നീ റൂമിൽ പോയിട്ട് നേരെ റെസ്റ്റ് എടുക്ക്. ക്ഷീണം മാറിയിട്ട് നമുക്ക് ബാക്കി വഴക്കുണ്ടാക്കാം. ഓ, വഴക്കുണ്ടാക്കി മടുത്തെന്നല്ല, എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മടുത്ത്. ഈ കുടുംബത്തിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ? മടുത്ത്. ഉപ്പും മുളകും ഇല്ലെന്ന് പറഞ്ഞ് നീ എന്തിനാടി മടുക്കുന്നേ? അതിനല്ലേ നമ്മുടെ ഫ്ലവേഴ്സിൽ ഉപ്പും മുളകുള്ളത്. എന്തോരം കണ്ടാലും മടുക്കില്ല. ഞാൻ ഇത് പറയും, നിങ്ങൾക്കറിയോ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമില്ല. എടി കരയല്ലടി, കരയാതിരിക്കി. കണ്ടോ ചേച്ചി, കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഈ വീട്ടിലില്ല. നിങ്ങൾ ഇത് കണ്ടോ? സ്വന്തം ഭാര്യ കരയുമ്പോ കരയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭർത്താവ് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ? കണ്ടോ, ഞാൻ എന്ത് ചെയ്താലും കുറ്റവാ. എന്ത് ചെയ്താലും കുറ്റാണെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ നിങ്ങളത് ചെയ്യാൻ നിൽക്കുന്നേ? നിങ്ങൾക്കറിയാലോ, എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത് പിന്നെ ഈ നാട്ടിലെ ഒരു മനുഷ്യനോട് പോലും വേണത്തിന് വർത്താനം പറയുന്നവളല്ല ഈ കുഞ്ഞലക്ഷ്മി. അത്രയ്ക്ക് ഇഷ്ട ഈ നാട്ടുകാർക്ക് എന്നെ. സുധാകരൻ ചേട്ടാ, ചായ കുടിച്ചോ? ഓ, ഇല്ലെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുവാടാ. അല്ല, സുധാകരൻ ചേട്ടനെ ചായ കുടിപ്പിക്കാൻ നീ ആരാടാ? മാക്രി, അവന്റെ ഒരു സുധാകരൻ ചേട്ടൻ. സോറിട്ടോ, ഇതുവരെ ആരോടും മോശം വാക്ക് പറയത്തെ എന്നെയാ ഇരിയാനിട്ട് കരയിപ്പിക്കുന്നത്. എടി, നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇന്നിവിടെ പാത്രം കഴുകിയിട്ടുണ്ടോ? കഞ്ഞി വെച്ചിട്ടുണ്ടോ? അതെ മനുഷ്യ, ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എന്ത്? പാത്രം കഴുകിയില്ല, അതുകൊണ്ട് കഞ്ഞി വെച്ചില്ല. എടി, നീ നിന്റെ സ്വഭാവം മാറ്റിയില്ലേ, നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടും. അയ്യോ, അങ്ങനെ ചുമ്മാതൊന്നും ഞാൻ പോകത്തില്ല. ഞാൻ കൊണ്ടുവന്ന സാധനം മുഴുവൻ എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ പോകത്തുള്ളൂ. എടി, അത് വേറെ മേടിച്ചെന്നാ പോരെ? പറ്റത്തില്ല, എനിക്ക് അത് തന്നെ വേണം. വല്ല സ്വർണമോ പണമോ ആണേ ശരിയായിരുന്നു. ഇതെന്താന്നല്ലേ, ഒരു കൊല നേന്ത്രപ്പഴം, അത് തന്നെ ഞാൻ ഇവക്ക് എങ്ങനെ മേടിച്ചു കൊടുക്കാനാ? ആ, എനിക്ക് എന്തായാലും അത് തന്നെ വേണം. അതിനും പറ്റി ഇവക്കിട്ടൊന്ന് കൊടുക്കുന്നതാ. ഫോൺ ബെല്ലിന്റെ താളത്ത് കരയുന്നോ? ഹലോ, എടാ ഇയാൾ എന്നെ കൊല്ലുവാടാ. നീ ഒന്ന് വേഗം വാ. ആ, അവിടുന്ന് മൂന്നാമത്തെ വീട്. ആരാടി വിളിച്ചേ? ആരാടി വിളിച്ചേന്ന്? എന്റെ കൊച്ചച്ഛന്റെ മകൻ. എന്നെ തൊട്ടാലേ ചോദിക്കാനും പറയാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവനെ സിനിമാ നടനാ. തിരക്കുള്ള നടന്നല്ലേ, എന്ത് ചെയ്യാനാ? സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലൊക്കെ ഞാനിപ്പോ വേറെ സെറ്റ് വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഇപ്പൊ ഇച്ചിരി തിരക്കുണ്ട്. ഞാൻ അടുത്ത വേറെ സെറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഷൂട്ടുണ്ട് കേട്ടോ. ആ, ഫ്രീ ആകുമ്പോൾ വിളിക്കാം. ഓക്കെ. നീ ആരോടാടാ സെറ്റിലാന്ന് പറഞ്ഞു വിളിക്കുന്നേ? അത് ചേച്ചി, ഞങ്ങൾ ഈ സിനിമാ നടന്മാര് ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ സെറ്റിലാണെന്ന് പറയും. ഇത് ഞങ്ങളുടെ ഒരു ട്രിക്ക് അല്ലേ? ഈ സിനിമ തന്നെ ഒരു ട്രിക്ക് അല്ലേ അളിയാ? ആ, അങ്ങനെ. പിന്നെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജയം രവി. ജയൻ രവി ഒരു തമിഴ് സിനിമ നടനല്ലേ? അയ്യോ, ജയം രവി അല്ല, ജയൻ രവി. എന്റെ പേര് ജയൻ, അച്ഛന്റെ പേര് രവി. അങ്ങനെ ഞാൻ ജയൻ രവി. ആ ചേട്ടാ, നമസ്കാരം. എടാ ജയ. ആ, നസീർക്ക. എടാ മോനെ. ആ ചേട്ടാ. എടാ മക്കളെ. മിണ്ടാതിരിക്കുക ചേച്ചി. ഇവിടെ സിനിമാ നടന്മാർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ എനിക്കത് ഇഷ്ടമല്ല. ഇച്ചിരി മാറി നിൽക്കണം കേട്ടോ. ചേട്ടാ, ഞാന് തിരക്കുള്ള ഒരു സിനിമാ നടനാണ്. നീ എന്താന്ന് തിരക്കി
തിരക്കി നടക്കുന്നല്ല, തിരക്കുള്ള ഒരു സിനിമ നടനാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബിജുക്കുട്ടൻ ചേട്ടാ എത്രയോ സെറ്റ് വെച്ച് കണ്ടിരിക്കുന്നത്. അല്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ കാണണമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്നില്ലല്ലോ. നിന്റെ അനിയൻ ഒരു സിനിമാക്കാരനാന്ന് പറഞ്ഞിട്ട് ആർക്കും ഇവൻ അറിയില്ലല്ലോ. നസീർക്ക, ഞാൻ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയോ. ഏതൊക്കെ പടാന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കടാ ചെറുക്ക. നസീർക്ക, എന്റെ ആദ്യത്തെ പടം എന്ന് പറയുമ്പോ മറവത്തൂർ കനവ്. അതിലേത് വേഷമാടാ? മറവത്തൂർ കനവിലെ കോരാസാർ നല്ല വേഷമായിരുന്നു. പക്ഷെ എന്റെ റോൾ മമ്മൂക്കയുടെ റോളിനേക്കാൾ മേളാന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ എന്നെ ഒഴിവാക്കി അങ്ങനെ ക്യാരക്ടർ കട്ട് ചെയ്ത് പേര് മാത്രം വെച്ച് അവര് സിനിമ ചെയ്തു. അതുപോലെ തന്നെ ലാലേട്ടൻ എന്ത് ചെയ്ത്? ലാലേട്ടന്റെ 6-ാം തമ്പുരാൻ സിനിമയ്ക്കകത്ത് ആ പന്ന എബി മാത്യു, അത് ഞാനാ. പന്നനാണെങ്കി ഇവൻ തന്നെ ആവോ? അനിയനല്ലേ, അപ്പൊ പന്നൻ തന്നെ. അതെ, സിനിമാക്കാർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാഹിത്യേട്ടൻ പറയൂല്ലോ, ആ പന്നൻ എബി മാത്യു പണി വച്ചിച്ചെന്ന്. ഇത് കേട്ടപ്പോ ലാലേട്ടന് തോന്നി ഞാൻ വളർന്നു വന്നാൽ പണിയാകുമെന്ന്. അങ്ങനെ ലാലേട്ടനും മമ്മൂക്കയും കൂടാണ് എന്നെ ഒതുക്കിയത്. എടി സത്യം പറ, ഇവൻ സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, നരസിംഹത്തിൽ ലാലേട്ടൻ ഇൻട്രോ സീനിൽ മറ്റേ അവിടുന്ന് ഇങ്ങനെ എല്ലാരും ഓടി വരത്തില്ലേ, ആ ഓടി വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ വീഴുന്നില്ലേ, അത് ഞാനാ. അത് നീയാണോ? അത് ഞാനാ. അത് നീയാണോടാ? അത് ഞാനാ. ശരിക്കും ഇവൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാ. അതാണോ ഇപ്പോഴത്തെ വിഷയം? ചേച്ചി, എന്താണ് ഇവിടുത്തെ വിഷയം? എടാ, ഇയാൾ എന്നോട് എപ്പോഴും വഴക്കിടുവാടാ. എന്റെ കൈയൊക്കെ തിരിച്ചോടിക്കൂ. എടാ കുച്ചിക്കട, ഇനി നീ തോമയുടെ പെങ്ങളുടെ കൈ കയറി പിടിച്ച നിന്റെ തല നടുറോട്ടിൽ കൂടെ ഉരുളും. പിന്നെ ഇതെന്റെ പുതിയ റൈബാൻ ഗ്ലാസ്, ഇത് നീ ചവിട്ടി പൊട്ടിച്ച നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. എന്തുവാടാ ഇത്? അഭിനയം. അവന്റെ ഒരു അഭിനയം. എടാ, നിനക്ക് കലാപരമായിട്ടുള്ള ഒരു കഴിവുണ്ടോടാ? 4 ആൾക്ക് നിന്നെ അറിയോടാ അവന്റെ ഒരു അഭിനയം. ഇനി നീ വാ തുറന്ന നിന്റെ ചെപ്പാൻകുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും. നിന്റെ കൈയും കാലും കെട്ടിയിട്ടത് കൊച്ചി കാരി കൊണ്ട് തള്ളും. എന്റെ പെങ്ങളുടെ കഴുത്തി കിടക്കുന്ന താലിമാലയുടെ ബന്ധം ഞാനങ്ങ് മറക്കും. കേട്ടാ ആളിയ? അളിയ, എങ്ങനെയുണ്ടല്ലോ എന്റെ അഭിനയം? അഭിനയായിരുന്നോ? എന്റെ ജീവൻ ഇപ്പൊ പോയനെ. ദൈവമേ. എടാ, നീ ഇവിടെ അഭിനയിക്കാൻ വന്നതാണോടാ? അല്ല. ഇങ്ങനെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ നിനക്ക് വല്ല അറിയോ? അളിയൻ എന്താ അളിയ ആട്ടുംകൂട്ടി കാട്ടിക്കുന്നേ? ആട്ടുകൂട്ടി കാട്ടിക്കുന്നേ? കാട്ടിക്കൂട്ടുന്നല്ല, ഇങ്ങനെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന നിനക്ക് എന്തേലും അറിയോന്ന്? എനിക്കൊരു സ്വസ്ഥത തരത്തില്ല. ഒരു വാട്ടി ഒരു മുടിവ് പണിട്ടാ ഞാൻ പേച്ച് നാനേ കേൾക്ക മാട്ടേൻ. മാട്ടയാണെങ്കിൽ അത് നീ തന്നെയാ. അളിയൻ രാവിലെ എന്തോ കഴിച്ചത്? പുട്ടും തെറിവയറും. പുട്ടെന്തിനാ അളിയാ തെറി പറയുന്നേ? അയ്യോ, പുട്ട് തെറി പറയുന്നല്ല, ഈ പുട്ടിന്റെ പേര് ഒരു പച്ച നിറത്തിലുള്ള ചെറുപയറ്. ചെറുപയറ്. എടാ, നീ ഇങ്ങനെ തിന്നോന്നറിയാൻ വന്നതാണോടാ? അല്ല ചേച്ചി, എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? എടാ, ഇങ്ങനെ എന്നോട് ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിക്കുവാ. അളിയാ, എന്തിനാണ് അളിയാ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്നത്? എല്ലാം കൂടെ ചേർത്ത് ഒറ്റടിക്ക് പറഞ്ഞ് ഒറ്റ കടിച്ചിൽ തീർക്കാൻ പാടില്ല അളിയാ. ഇയാളോട് ഞാൻ ഇന്നലെ കുക്കറിൽ കടലിട്ട് വെക്കാൻ പറഞ്ഞു. എന്തിനാ ചേച്ചി അളിയന്റെ നിക്കറി കടലയിട്ട് വെക്കുന്നത്? കുക്കറിൽ കടലിട്ട് വെക്കാൻ. എന്നിട്ട് ഇയാൾ ആ കുക്കർ എടുത്തിട്ട് കടലിൽ തള്ളി. പറയുമ്പോ തെളിച്ചു പറയണം, അല്ലെങ്കിൽ ഈ വീട്ടിലെ സകലമാന സാധനങ്ങളും കടലിൽ കിടക്കും. നിങ്ങൾ എന്തിനാണ് ഈ നിസ്സാര കാര്യങ്ങൾ കടി ഉണ്ടാക്കുന്നത്? അളിയ, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയണം. പെട്ടെന്നുണ്ടാകുന്നതും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതും എന്താണ്? മരം. എടോ മരവാഴെ, മരവല്ല, വഴക്ക്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. കൈ കൊടുത്തേ. രണ്ടുപേർക്ക് സന്തോഷമായല്ലോ? ഓ, സന്തോഷായി. നിനക്ക് സന്തോഷായോ? എനിക്ക് സന്തോഷായി. അല്ലടാ, നിനക്ക് വലിയ തിരക്കല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ 2 ദിവസം നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. അതിനാര് പോകുന്നു? 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെന്താ? അതായത് അളിയ, അളിയനും ചേച്ചിയും വഴക്കാന്നും പറഞ്ഞ് ചേച്ചി എന്നെ വിളിക്കുമ്പോ ഞാൻ സിനിമാ സെറ്റിലായിരുന്നു. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് ഞാൻ സംവിധായകന്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ നിങ്ങളെ 2 മൊത്തം കഥ പുള്ളി എടുത്ത് പറഞ്ഞു. ഇത് കേട്ടതും ഈ കഥ സിനിമയാക്കണമെന്ന് പുള്ളിക്ക് ഒരേ നിർബന്ധം. അഡ്വാൻസും തന്നു. അതിന് നിങ്ങളുടെ ജീവിതകഥ പച്ചയായിട്ട് എനിക്ക് പുള്ളിയുടെ കൈ എഴുതി കൊടുക്കണം. അതിന് ഞാൻ കുറച്ചു നാളിവിടെ കാണും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ഇറങ്ങി പോണം.
എന്തായാലും ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ഇവർ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത്. സൈന്ധവനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പെർഫോമൻസിനെ പറ്റി ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഈക്ക. അല്ല, കുറെ ഗ്യാപ്പ് ഇട്ടെങ്കിലും അഭിനയത്തിന് മോശമൊന്നുമില്ല, അതൊന്നും മറന്നിട്ടില്ല. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് അവതരിപ്പിച്ച ഉള്ള സ്ക്രിപ്റ്റ് നിങ്ങൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി പുള്ളി തെറ്റാതെ ഒന്നും മറക്കാതെ കൃത്യമായി തന്നെ ചെയ്തു. നന്നായിരുന്നു. 3 പേരും. സൈന്ധവ് കൊള്ളായിരുന്നു. സൈന്ധവ് ഇത്രയും ഡയലോഗ് നല്ല സെൻട്രൽ ക്യാരക്ടറിൽ നിന്ന് കളിക്കുമായിരുന്നു. സൈന്ധവ് നന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. 3 പേരും നല്ല മനോഹരമായിട്ട് ചെയ്തു. വൈഫായിട്ട് അഭിനയിച്ച ആളും കൊള്ളാം, ഭർത്താവായിട്ട് അഭിനയിച്ച ആളും കൊള്ളാം. ഗംഭീരമായിരുന്നു. തമാശയുടെ ഒരു ശകലം കുറവേ ഉള്ളൂ. സാരമില്ല, അടുത്ത പ്രാവശ്യം തമാശ കൂട്ടി ഒരു സ്ക്രിപ്റ്റുമായിട്ട് നേരെ വരിക. ഓക്കെ, അടിപൊളി. താങ്ക് യു ഇക്ക. ബിജുകുട്ടൻ ചേട്ടാ. മക്കളെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അവതരണം വരുന്നു, നല്ല ഗംഭീര അഭിനയം വരുന്നു. 3 പേരും ഗ്രാൻഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് അവരോട് പറഞ്ഞോട്ടാ, അടുത്ത പ്രാവശ്യം ശരിയാക്കിയാൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. ഒന്നും പറയാനില്ല. കാര്യം നിങ്ങൾ പെർഫോമൻസ് ബേസ് നിങ്ങൾ 3 പേരും നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അത് മറന്നു പോകാൻ നിങ്ങൾ 3 പേരും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഒരു മത്സരമായതുകൊണ്ട് ഇതിനകത്ത് ഹ്യൂമർ കുറവാണെങ്കിൽ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. ഈ പറയുന്ന പോലെ സ്കിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കോമഡി കുറവായിരുന്നു. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു 3 പേർക്കും. അടിപൊളി. നമുക്ക് നമ്മുടെ ഇന്നത്തെ മാർക്സ് ചോദിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഇക്ക. ഞാനൊരു 7000 രൂപ തരികയാണ്. ഓക്കെ, ഇക്ക 7000. ഇനി അടുത്തതായിട്ട് പ്രചോദേട്ടാ. ഞാനൊരു 2000 രൂപ കൂടുതൽ കൊടുക്കുകയാണ്. 9000 രൂപ ഞാൻ കൊടുക്കും. 9000. അപ്പോൾ 7 + 9 എത്രയാ? 10ാം ക്ലാസ് പരീക്ഷ എഴുതി പറ. 9 + 16. അത് സിനിമ കാണാൻ അവർക്ക് ഒരുപാട് പരിപാടികളുണ്ട്, എല്ലാം ചേർത്തും കൊടുക്കണം. അതെ, ബിജുകുട്ടൻ ചേട്ടാ. പിടിച്ചോ. 25,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തമാശയൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ബൈ. എന്തായാലും കൂടുതൽ ചിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye. ഐറ്റം വേറെ.